നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും മികച്ച താരം ആരാണ്? വ്യത്യസ്തമായിട്ടുള്ള തർക്കങ്ങൾ എപ്പോഴും ഉണ്ടാകും. എന്നാൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച താരം ആരാണ്? അതിനൊരു ഉത്തരം തേടുകയാണ് ESPN FC. അവർ 25 താരങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2000 മുതൽ ഫുട്ബോൾ കളിച്ചിട്ടുള്ളവരിൽ ഏറ്റവും മികച്ച 25 താരങ്ങൾ. അതിൽ ഒന്നാരാണ്? ലിസ്റ്റിൽ ഏതായാലും മെസ്സി ഉണ്ട്, ക്രിസ്ത്യാനോ ഉണ്ട്, നെയ്മർ ഉണ്ട്, സിദാൻ ഉണ്ട്, അങ്ങനെ മഹാരഥന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആര് ഒന്നാമതെത്തും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ 25-ാം സ്ഥാനത്ത് ജിയാൻ ലൂക്കി ബഫനാണ്. അദ്ദേഹത്തിൻ്റെ കീ അക്കംപ്ലിഷ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് വിന്നറാണ്. ഫിഫ വേൾഡ് കപ്പ് ഗോൾഡൻ ഗ്ലൗ അവാർഡ് അദ്ദേഹം 2006 സ്വന്തമാക്കിയിട്ടുണ്ട്. 10 തവണ സിരിയയിൽ വിന്നറാണ്. 6 തവണ കോപ്പ ഇറ്റാലിയയിൽ വിജയിച്ചിട്ടുണ്ട്. 13 തവണ സിരിയ ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇറ്റലിക്ക് വേണ്ടി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചയാളാണ്. സിരിയയിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചയാളാണ്. 2 തവണ യുവേഫ ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുമുണ്ട്. സോ അദ്ദേഹമാണ് 25-ാമത്. 24-ാമത് ലൂയിസ് സുവാരസ് ആണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ വിന്നറാണ്. 4 തവണ ലാലിഗയിൽ മുത്തമിട്ടിട്ടുണ്ട്. 4 തവണ കൊപ്പ ഡെൽറയിൽ മുത്തമിട്ടിട്ടുണ്ട്. 2011 കോപ്പ അമേരിക്കയിൽ ഉറുഗ്വായ്ക്കൊപ്പം മുത്തമിട്ടിട്ടുണ്ട്. ഓൾ ടൈം ഗോൾ സ്കോററാണ്. ഉറുഗ്വായുടെ ഓൾ ടൈം ടോപ്പ് സ്കോററാണ് ലൂയിസ് സുവാരസ്. 23 പാട്രിക് എവ്ര ഫിഫ വേൾഡ് കപ്പ് വിന്നറാണ്. യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വിന്നറാണ്. 3 ടൈം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വിന്നറാണ്. 4 ടൈം ഇംഗ്ലീഷ് FA കപ്പ് വിന്നറാണ്. 5 ടൈം സീരിയ വിന്നറാണ്. പ്രീമിയർ ലീഗ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ്. അദ്ദേഹമാണ് 23. 22 ഇംഗ്ലീഷ് സൂപ്പർ താരമായിരുന്നു വെയിൻ റൂണി. കീ അക്കംപ്ലിഷ്മെന്റ്സ് 5 തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ വിന്നറാണ്. 2 ടൈം PFA യങ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2004 ഗോൾഡൻ ബോയ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ഹാൾ ഓഫ് ഫെയിമിൽ അദ്ദേഹം ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോററാണ്. സോ വെയിൻ റൂണി 22. 21 ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം ആൻഡ്രിയ പിർലോ. ഫിഫ വേൾഡ് കപ്പ് വിന്നറാണ്. 2 ടൈം യുവേഫ ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. 6 ടൈം സിരിയ വിന്നറാണ്. 3 ടൈം സിരിയ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 20-ാം സ്ഥാനത്താണ് നെയ്മർ ജൂനിയർ ഉള്ളത്. നെയ്മറുടെ അക്കംപ്ലിഷ്മെന്റ്സ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. 2 ടൈം ലാലിഗ വിന്നറാണ്. 5 ടൈം ലീഗ് 1 വിന്നറാണ്. ഫിഫ പുസ്കാസ് അവാർഡ് 2011 നേടി. ബ്രസീലിയൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ടോപ്പ് ഗോൾ സ്കോറർ അദ്ദേഹമാണ്. 19-ാം സ്ഥാനത്ത് മറ്റൊരു ബ്രസീലിയൻ താരം കക്കയാണ്. കക്കയുടെ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് വിന്നറാണ് 2002. പിന്നെ ബാലൻഡിയോർ വിന്നറാണ്. അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് 2007 നേടിയിട്ടുണ്ട്. ലാലിഗ വിന്നറാണ്. സീരിയ വിന്നറാണ്. 18-ാം സ്ഥാനത്താണ് ബാഴ്സലോണയുടെ താരം റോബർട്ട് ലെവൻഡോസ്കി. അദ്ദേഹം യുവേഫ ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. 10 ടൈം ബൂണ്ടസ് ലീഗ ചാമ്പ്യനാണ്. ലാലിഗ വിന്നറാണ്. 2 ടൈം വേൾഡ് സോക്കർ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2 ടൈം ബാലൻഡിയോർ സ്ട്രൈക്കർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. യുവേഫ പ്ലെയർ ഓഫ് ദി ഇയർ, 7 ടൈം ബൂണ്ടസ് ലീഗ ലീഡിംഗ് ഗോൾ സ്കോറർ, 83 ഇന്റർനാഷണൽ ഗോൾസ് എന്ന് പറഞ്ഞ ഒരു പോളിഷ് പ്ലെയറുടെ ഏറ്റവും ഉയർന്ന ഗോളിന്റെ കണക്കുമാണത്. സോ ലെവൻഡോസ്കിയാണ് 18. 17-ലുള്ളത് സെർജിയോ ബുസ്കറ്റ്സ് ആണ്. അദ്ദേഹവും വേൾഡ് കപ്പ് വിന്നറാണ്. 9 ടൈം ലാലിഗ ചാമ്പ്യനാണ്. 3 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. 3 ടൈം ക്ലബ്ബ് വേൾഡ് കപ്പ് വിന്നറാണ്. യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും വിന്നറാണ് സെർജിയോ ബുസ്കറ്റ്സ്. 16-ാമത് കരീം ബെൻസിമയാണ്. 4 ടൈം ലാലിഗ വിന്നറാണ്. 5 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. 4 ടൈം ലീഗ് 1 വിന്നറാണ്. 3 ടൈം കോപ്പ ഡെൽറേ വിന്നറാണ്. 5 ടൈം ക്ലബ്ബ് വേൾഡ് കപ്പ് വിന്നറാണ്. ബാലൻഡിയോർ വിന്നറാണ്. യുവേഫ നേഷൻസ് ലീഗിലെ വിന്നറുമാണ്. 15-ാം സ്ഥാനത്ത് കാർലോസ് പുയോൾ ഫിഫ വേൾഡ് കപ്പ് വിന്നറാണ്. 6 ടൈം ലാലിഗ ചാമ്പ്യനാണ്. 3 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. 2 ടൈം ക്ലബ്ബ് വേൾഡ് കപ്പ് വിന്നറാണ്. യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വിന്നറുമാണ് കാർലോസ് പുയോൾ. 14-ാമതാണ് സെർജിയോ റാമോസ് വരുന്നത്. മറ്റൊരു സ്പാനിഷ് ഇതിഹാസം. വേൾഡ് കപ്പ് വിന്നർ, 2 ടൈം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വിന്നർ, 4 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നർ, 5 ടൈം ലാലിഗ വിന്നർ, 11 ടൈം ഫിഫ ഫിഫ്പ്രോ വേൾഡ് 11 നോമിനി. 13-ാം സ്ഥാനത്ത് ടോണി ക്രൂസ്. അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു. വേൾഡ് കപ്പ് വിന്നറാണ്. 6 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. 4 ടൈം ലാലിഗ വിന്നറാണ്. 3 ടൈം ബൂണ്ടസ് ലീഗ വിന്നറാണ്. 12-ാം സ്ഥാനത്ത് കെവിൻ ഡി ബ്രൂയനെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരം. 3 ടൈം ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിന് 2 തവണ ലഭിച്ചു. ബൂണ്ടസ് ലീഗയിൽ 1 തവണ ലഭിച്ചു. ദെൻ ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. 6 ടൈം പ്രീമിയർ ലീഗ് ചാമ്പ്യനാണ്. 7 ടൈം FA കപ്പ് അല്ലെങ്കിൽ EFL കപ്പ് വിന്നറാണ്. സോ അതാണ് കെവിൻ ഡി ബ്രൂയിനെ 12-ാം സ്ഥാനത്ത് വരാൻ കാരണം.
11-ാം സ്ഥാനത്താണ് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. 511 കരിയർ ഗോളുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ. 511 കരിയർ ഗോൾസ്. അറ്റ്ലീസ്റ്റ് 1 ചാമ്പ്യൻസ് ലീഗ് ഗോൾ അദ്ദേഹം 6 തവണ നേടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 6 തവണ ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റ് കളിക്കുമ്പോൾ അദ്ദേഹം ഒരു ഗോളെങ്കിലും അടിച്ചിട്ടുണ്ട്. 12 ലീഗ് ടൈറ്റിൽസ് വിത്ത് 5 യൂറോപ്യൻ ക്ലബ്സ്. 12 കിരീടങ്ങൾ നേടി. അതിൽ 5 യൂറോപ്യൻ ക്ലബ്ബുകളിൽ നിന്ന് നേടിയതാണ്. പിന്നെ യുവേഫ ടീം ഓഫ് ദി ഇയറിൽ 4 തവണ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വീഡന്റെ ലീഡിംഗ് ഗോൾ സ്കോററാണ്. സ്വീഡൻ ടീമിനെ 6 പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിട്ടുമുണ്ട്. 10-ാമതാണ് ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡിനോ. ഫിഫ വേൾഡ് കപ്പ് വിന്നറാണ്, ബാലൻഡിയോർ വിന്നറാണ്, കോപ്പ അമേരിക്ക വിന്നറാണ്, 2 ടൈം ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2 തവണ ലാലിഗ വിന്നറുമായിട്ടുണ്ട്. അടുത്ത റൊണാൾഡോ നസാരിയോ, ബ്രസീലിയൻ ഇതിഹാസം. 2 തവണ ഫിഫ വേൾഡ് കപ്പ് വിന്നറാണ്, 2 ടൈം ബാലൻഡിയോർ വിന്നറാണ്, 2 ടൈം കോപ്പ അമേരിക്ക വിന്നറാണ്, 3 ടൈം ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചയാളാണ്. ഗോൾഡൻ ബോൾ വിന്നറാണ് 98 വേൾഡ് കപ്പിലും 2022 വേൾഡ് കപ്പിലും. സോ അദ്ദേഹം 9-ാം സ്ഥാനത്ത് വരുന്നു. 8-ാം സ്ഥാനത്ത് ചാവി ഹെർണാണ്ടസ് ആണ്. ചാവി ഹെർണാണ്ടസിന്റെ അക്കംപ്ലിഷ്മെന്റ് വേൾഡ് കപ്പ് വിന്നറാണ്, 2 ടൈം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വിന്നറാണ്, 2 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്, 8 ടൈം ലാലിഗ വിന്നറുമാണ്. 7-ാം സ്ഥാനത്ത് ആൻഡ്രസ് ഇനിയെസ്റ്റ. കീ അച്ചീവ്മെന്റ്സ് വേൾഡ് കപ്പ് വിന്നറാണ്, 2 ടൈം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വിന്നറാണ്, 4 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്, 9 ടൈം ലാലിഗ വിന്നറാണ്. ബാലൻഡിയോർ റണ്ണറപ്പായിട്ട് അദ്ദേഹത്തിന് ഒരു തവണ റണ്ണറപ്പായിട്ട് വരേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് ആൻഡ്രസ് ഇനിയെസ്റ്റയുടെ ഒരു പ്രൊഫൈല്. 6-ാമതാണ് കിലിയൻ എംബാപ്പെ. വേൾഡ് കപ്പ് വിന്നർ, 7 ടൈം ലീഗ് 1 വിന്നർ, 4 ടൈം ഫ്രഞ്ച് കപ്പ് വിന്നർ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈല്. ലൂക്ക മോഡ്രിച്ച് ആണ് 5-ാമത്. ബാലൻഡിയോർ വിന്നറാണ്, 6 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്, 4 ടൈം ലാലിഗ വിന്നറാണ്, വേൾഡ് കപ്പ് ഫൈനലിസ്റ്റ് ആണ്, ക്രൊയേഷ്യാസ് മോസ്റ്റ് ക്യാപ്ഡ് പ്ലെയർ ആണ്, ജോയിൻ മോസ്റ്റ് ട്രോഫീസ് വൺ വിത്ത് റയൽ മാഡ്രിഡ്. ആ റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ്. 4-ാമത് സിനദിൻ സിദാൻ. ഫിഫ വേൾഡ് കപ്പ് വിന്നറാണ്, യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വിന്നറാണ്, 2 ടൈം സീരിയ വിന്നറാണ്, ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്, ലാലിഗ വിന്നറാണ്, ബാലൻഡിയോർ വിന്നറാണ്, ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് വിന്നറാണ്. സോ സിനദിൻ സിദാൻ തീർച്ചയായിട്ടും വലിയ ഒരു റോള് ഫുട്ബോൾ ലോകത്ത് കഴിഞ്ഞ ഈ ഒരു 10-20 കൊല്ലക്കാലം വഹിച്ചിട്ടുണ്ട്. റയലിന്റെ കോച്ച് എന്ന നിലയിലും അദ്ദേഹം കിരീടങ്ങൾ വാരിക്കൂട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ദെൻ 3-ാമതാണ് തിയറി ഹെൻറി. ഫിഫ ക്ലബ് വേൾഡ് കപ്പ് വിന്നർ, യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വിന്നർ, 2 ടൈം പ്രീമിയർ ലീഗ് വിന്നർ, ലാലിഗ വിന്നർ, 2 ടൈം FA കപ്പ് വിന്നർ, ചാമ്പ്യൻസ് ലീഗ് വിന്നർ, ലീഗ് 1 വിന്നർ, അതായത് കോപ്പ ഡെൽറേ വിന്നർ, ക്ലബ് വേൾഡ് കപ്പ് വിന്നർ, ഇങ്ങനെയുള്ള കിരീടങ്ങളൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട്. തിയറി ഹെൻറി 3-ാമത്. 2-ാം സ്ഥാനത്ത് വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിന്റെ കീ അക്കംപ്ലിഷ്മെന്റ് 5 ടൈം ബാലൻഡിയോർ വിന്നറാണ്, 5 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്, 3 ടൈം പ്രീമിയർ ലീഗ് വിന്നറാണ്, 2 ടൈം ലാലിഗ വിന്നറാണ്, 2 ടൈം സീരിയ വിന്നറാണ്. റെക്കോർഡ് ഫോർ മോസ്റ്റ് മെൻസ് ഇന്റർനാഷണൽ ഗോൾസ്, 130 മുകളിലുള്ള ഗോളിന്റെ എണ്ണം. സോ അവിടെയും അദ്ദേഹം ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇനി 1-ാം സ്ഥാനത്ത് മറ്റാരുമല്ല, സാക്ഷാൽ ലിയോ മെസ്സിയാണ്. അദ്ദേഹത്തിന്റെ അക്കംപ്ലിഷ്മെന്റ് 10 തവണ അദ്ദേഹം ലാലിഗ ചാമ്പ്യൻ ആയിട്ടുണ്ട്, 7 തവണ കോപ്പ ഡെൽറേയിൽ വിന്നറാണ്, 4 തവണ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്, 6 തവണ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോററാണ്, 17 തവണ ഫിഫ വേൾഡ് ലെവലിൽ ഇടം പിടിച്ചു, വേൾഡ് കപ്പ് വിന്നറാണ്, 2 ടൈം കോപ്പ അമേരിക്ക വിന്നറാണ്, 2 ടൈം ഫിഫ വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ വിന്നറാണ്, 8 ടൈം ബാലൻഡിയോർ വിന്നറാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ഗോളടിയുടെ റെക്കോർഡ് കൂടി ബാഴ്സലോണയ്ക്ക് വേണ്ടി 672 ഗോളുകളും അർജന്റീനയ്ക്ക് വേണ്ടി 109 ഗോളുകളും. സോ മെസ്സിയാണ് 1-ാം സ്ഥാനത്ത് വരുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വനിതാ വിഭാഗത്തിൽ ആദ്യ 3 സ്ഥാനക്കാരെ കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. വനിതാ വിഭാഗത്തിൽ 1-ാം സ്ഥാനത്ത് വരുന്നത് ബ്രസീലിയൻ ഇതിഹാസം മാർത്തയാണ് 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്ത് വരുന്നതാവട്ടെ ഐതാന ബൊൻമാറ്റിയാണ്. ബൊൻമാറ്റി 2-ാമത് വരുമ്പോൾ 3-ാമത് അലക്സിയ പുറ്റയാസ് വരുന്നു. ഇതാണ് വനിതാ വിഭാഗത്തിലെ ടോപ്പ് 3. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് വീണ്ടും എത്താം.